അപ്പോൾ നമുക്ക് ഓണത്തിന് സ്പെഷ്യലായ വാഴയ്ക്ക ഉപ്പേരി വറുത്താലോ? അല്ലെങ്കിൽ നമ്മളിവിടെ 1 കിലോളം ഏത്തക്ക എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപ്പേരി വറുക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പച്ചവെള്ളത്തിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. നമ്മുടെ വാഴയ്ക്ക പൊളിച്ചിടുമ്പോൾ ആ കയ്യിലാവാതിരിക്കാനും ഒക്കെ ആയിട്ടാണ് ആ ഉപ്പിടുന്നത്. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. ഇനി വാഴയ്ക്ക ചെറുതായിട്ട് ചീകി അതിൻ്റെ തോറ്റി കളഞ്ഞ് നമ്മൾ വെള്ളത്തിൽ മുക്കിയിടണം. അതിന് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അത് ഉപ്പേരിക്കായിട്ട് വറക്കുന്നത്. നമ്മൾ ഏത്തക്കയെല്ലാം നന്നായിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 3-4 തവണ നന്നായിട്ട് കഴിയതിന് ശേഷം പാത്രത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും നല്ല വെള്ളം തോരാൻ ആവശ്യമുള്ള ഒരു പാത്രത്തിൽ കോരി വെച്ച് നന്നായിട്ട് വെള്ളം തോർന്നതിന് ശേഷം നമുക്കിത് അരിഞ്ഞെടുക്കണം. പിന്നെ ഇത് കഴുകിക്കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ വാഴയ്ക്ക ഉപ്പേരി ഉണ്ടാകാൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ഏത്തക്ക വെള്ളമെല്ലാം പോയി നല്ല നീറ്റായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോഴത്തേന് അല്ലെങ്കിൽ നമുക്ക് ഉപ്പേരി വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ സൺഫ്ലവർ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇവിടെ അമ്മ ഉപ്പേരിക്കുള്ള ഏത്തക്ക ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കാര്യവും പുരോഗമിക്കുന്നു. അപ്പം നല്ല നൈസായിട്ട് അരിയുന്നുണ്ട്. ഇനി നല്ല വറുത്തെടുക്കണം. നമുക്ക് ഏകദേശം 1 കിലോ മേളിലുണ്ട് ഏത്തക്ക. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അത്യാവശ്യം ഉപ്പേരിയൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കണം. അപ്പം ഈ കോരയിൽ ഇച്ചിരി ഒഴിച്ചു കൊടുക്കണം. നമുക്ക് നോക്കാം. ഒരല്പം കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അങ്ങോട്ട് ചൂടാകട്ടെ. അപ്പം നമ്മൾ ഈ ഒരു പാത്രത്തിൽ പകുതിയോളം തന്നെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചൂടാവട്ടെ. ഗ്യാസ് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. നമ്മുടെ ഏത്തക്കയുടെ അരിഞ്ഞ് റെഡിയായിക്കൊണ്ടിരുന്നു. ഇനി നന്നായിട്ട് അങ്ങോട്ട് ചൂടാവട്ടെ. അപ്പം നമ്മളിവിടെ ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഒരു 1/2 സ്പൂൺ ഉപ്പ് കലക്കി വെച്ചിട്ടുണ്ട്. ഉപ്പ് പൊടിയാണ് കലക്കി വെച്ചേക്കുന്നത്. നമ്മൾ ഉപ്പേരിക്ക് ഉപ്പ് തളിക്കാനായിട്ട് അത് റെഡിയാക്കി ഒരു സൈഡ് വയ്ക്കും. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഏത്തക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കും. പിന്നെ നമുക്ക് നമ്മുടെ ഉപ്പേരി ഒരു മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് തളിച്ചു കൊടുക്കാം. പിന്നെ കയ്യിൽ കുറച്ചെടുത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇളക്കുക. ആ ബബിൾസ് ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ കോരി മാറ്റും. അപ്പോൾ ഞങ്ങളുടെ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ടേസ്റ്റ് ചെയ്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഓണം ഇവിടെ വരെ ആയി. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ റീമാസ് ടേസ്റ്റ്മേഡിൻ്റെ വക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ നമ്മുടെ വീണ്ടും വരുന്ന എപ്പിസോഡിൽ കാണാം.